ഒമാൻ ബ്രേക്കിംഗ് ന്യൂസിലേക്ക് സ്വാഗതം. ഒമാനിലെ വിവിധ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒമാന്റെ ദേശീയ വിമാന കമ്പനിയായ ഒമാൻ എയറും മുംബൈയിലേക്കുള്ള സർവീസുകൾ വർദ്ധിപ്പിക്കുന്നു. ആഴ്ചയിൽ 10 സർവീസുകളാണ് മസ്കറ്റിനും മുംബൈക്കും ഇടയിൽ നിലവിൽ നടത്തുന്നത്. 2 വിമാനങ്ങൾ കൂടി വർദ്ധിപ്പിച്ച് ഇത് 12 സർവീസുകളാക്കാനാണ് ലക്ഷ്യമിടുന്നത്. അടുത്ത മാസം 17 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് ഒമാൻ എയർ അധികൃതർ അറിയിച്ചു. ഈ റൂട്ടിലെ വർദ്ധിച്ചു വരുന്ന ആവശ്യങ്ങൾ പരിഗണിച്ചാണ് സർവീസുകൾ വർദ്ധിപ്പിച്ചത്. ദേശീയ ദിനാഘോഷത്തോടനുബന്ധിച്ച് തെരഞ്ഞെടുത്ത ലക്ഷ്യസ്ഥാനങ്ങളിലേക്ക് സൂപ്പർ സെയിൽ ഓഫറും ഒമാൻ എയർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. വെറും 28 റിയാലിന് ജനപ്രിയ സ്ഥലങ്ങളിലേക്ക് യാത്ര നടത്താനുള്ള സൗകര്യമാണ് പരിമിതകാല ഓഫറിലൂടെ ഒമാൻ എയർ ഒരുക്കിയിരിക്കുന്നത്. മാലദ്വീപ്, സൂറിച്ച്, മിലാൻ, ഫൂക്കറ്റ്, മോസ്കോ, റോം എന്നിവയുൾപ്പെടെയുള്ള എയർലൈനിന്റെ നെറ്റ്വർക്കിലുടനീളം യാത്രക്കാർക്ക് ഈ ഓഫർ ആസ്വദിക്കാം. നവംബർ 18, 19 തീയതികളിൽ ബുക്ക് ചെയ്യുന്നവർക്കായിരിക്കും ആനുകൂല്യം ലഭ്യമാവുക. ഒമാൻ എയറിന്റെ www.omanair.com എന്ന വെബ്സൈറ്റിലൂടെയും ഒമാൻ എയർ മൊബൈൽ ആപ്പിലൂടെയും ട്രാവൽ ഏജൻസികൾ മുഖേനയും ടിക്കറ്റ് ബുക്ക് ചെയ്യാം. കഴിഞ്ഞ ദിവസം നടന്ന ലോകകപ്പ് യോഗ്യതാ റൗണ്ടിലെ നിർണായക മത്സരത്തിലെ ഒമാന്റെ വിജയം മുന്നോട്ടുള്ള പോക്ക് വീണ്ടും സജീവമാക്കി. വിജയം അനിവാര്യമായ മത്സരത്തിൽ ഫലസ്തീനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചാണ് വിലപ്പെട്ട 3 പോയിന്റ് റെഡ് വാരിയേഴ്സ് സ്വന്തമാക്കിയത്. ഇതോടെ ഗ്രൂപ്പിൽ നിന്നും നേരിട്ട് യോഗ്യത നേടാനുള്ള പ്രതീക്ഷയ്ക്കാണ് ജീവൻ വെച്ചത്. ഗ്രൂപ്പ് ബിയിൽ 5 കളിയിൽ നിന്നും 13 പോയിന്റുമായി ദക്ഷിണ കൊറിയ ഏറെക്കുറെ യോഗ്യത ഉറപ്പിച്ചിട്ടുണ്ട്. 8 പോയിന്റ് വീതമുള്ള ജോർദാനും ഇറാഖുമാണ് യഥാക്രമം 2ഉം 3ഉം സ്ഥാനത്തുള്ളത്. 6 പോയിന്റുമായി ഒമാൻ 4ാം സ്ഥാനത്താണ്. 5ഉം 6ഉം സ്ഥാനത്ത് കുവൈറ്റും ഫലസ്തീനുമാണ്. ഒമാന്റെ അടുത്ത മത്സരം നവംബർ 19 മസ്കറ്റിൽ ഇറാഖിനെതിരെയാണ്. ഈ മത്സരത്തിൽ ഇറാഖിനെ കീഴ്പ്പെടുത്താൻ കഴിഞ്ഞാൽ പോയിന്റ് പട്ടികയിൽ ഉയരാൻ സാധിക്കും. ജോർദാനെ സമനിലയിൽ പിടിക്കുകയും ചെയ്താൽ നേരിട്ട് തന്നെ യോഗ്യത നേടാമെന്നുള്ള പ്രതീക്ഷയും ആരാധകർക്കുണ്ട്. അതോടൊപ്പം മറ്റ് ടീമുകളുടെ പ്രകടനവും നിർണായകമാണ്. വിലപ്പെട്ട 3 പോയിന്റ് നേടാൻ കഴിഞ്ഞതിൽ തീർച്ചയായും സന്തോഷമുണ്ടെന്ന് മത്സരശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഒമാൻ കോച്ച് റാഷിദ് ജാബിർ അറിയിച്ചു. മികച്ച കളിയാണ് ഫലസ്തീൻ നടത്തിയതെന്നും അടുത്ത മത്സരത്തിനുള്ള തയ്യാറെടുപ്പിലാണ് തങ്ങളെന്നും കോച്ച് വ്യക്തമാക്കി. ഈ വിജയം ആരാധകർക്ക് സമർപ്പിക്കുകയാണെന്നും വരാനിരിക്കുന്ന മത്സരത്തെ കുറിച്ചാണ് നിലവിൽ ചിന്തയെന്നും കഴിഞ്ഞ ദിവസം വിജയ ഗോൾ നേടിയ മുഹസിൻ അൽ ഗസാനിയും അറിയിച്ചു. സുൽത്താൻ ഖാബൂസ് സ്പോർട്സ് കോംപ്ലക്സിൽ നടന്ന മത്സരത്തിൽ ഫലസ്തീനെ ഏകപക്ഷീയമായ 1 ഗോളിന് തോൽപ്പിച്ചാണ് റെഡ് വാരിയേഴ്സ് വീണ്ടും വിജയവഴിയിൽ തിരിച്ചെത്തിയത്. മത്സരം സമനിലയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കെ 83ാം മിനിറ്റിൽ മുഹസിൻ അൽ ഗസാനിയാണ് ഒമാനു വേണ്ടി വിജയ ഗോൾ നേടിയത്. സ്വന്തം കാണികൾക്ക് മുന്നിൽ മികച്ച വിജയം പ്രതീക്ഷിച്ച് ഇറങ്ങിയ ഒമാനെ പ്രതിരോധ കോട്ട കെട്ടി വിരിഞ്ഞു മുറുക്കുകയായിരുന്നു ഫലസ്തീൻ. ആദ്യ പകുതിയിൽ ഏറെ സമയം പന്ത് ഒമാൻ കൈവശം വെച്ചെങ്കിലും 2 ഷോട്ട് മാത്രമാണ് ഉതിർത്തത്. ഫലസ്തീനാകട്ടെ 7 പ്രാവശ്യം ഗോളിലേക്ക് ഷോട്ട് പായിച്ചു. കളി അവസാന മിനിറ്റുകളിലേക്ക് നീങ്ങവേ മുഹസിൻ അൽ ഗസാനിയിലൂടെ ഒമാൻ വിജയം സ്വന്തമാക്കുകയായിരുന്നു. ഒമാന്റെ 54ാമത് ദേശീയ ദിനത്തോടനുബന്ധിച്ച് നവംബർ 18 തിങ്കളാഴ്ച അൽ സമൂദ് ക്യാമ്പിൽ നടക്കുന്ന സൈനിക പരേഡിന് സുപ്രീം കമാൻഡർ ഒമാൻ ഭരണാധികാരി സുൽത്താൻ ഹൈതം ബിൻ താരിഖ് നേതൃത്വം നൽകും. റോയൽ ആർമി ഓഫ് ഒമാൻ, റോയൽ എയർഫോഴ്സ് ഓഫ് ഒമാൻ, റോയൽ നേവി ഓഫ് ഒമാൻ, റോയൽ ഗാർഡ് ഓഫ് ഒമാൻ, സുൽത്താന്റെ പ്രത്യേക സേന, റോയൽ എന്നിവയെ പ്രതിനിധീകരിക്കുന്ന യൂണിറ്റുകൾ, റോയൽ ഒമാൻ പോലീസ്, റോയൽ കോർട്ട് അഫയേഴ്സ്, സംയുക്ത സൈനിക മ്യൂസിക്കൽ ബാൻഡ് എന്നിവർ സൈനിക പരേഡിൽ പങ്കെടുക്കും. വാണിജ്യ ഉൽപ്പന്നങ്ങളിൽ ദേശീയ ചിഹ്നങ്ങളും ചിത്രങ്ങളും ദുരുപയോഗം ചെയ്യുന്നതിനെതിരെ മുന്നറിയിപ്പുമായി ഒമാൻ വാണിജ്യ മന്ത്രാലയം രംഗത്ത്. ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് വാണിജ്യ വ്യവസായ നിക്ഷേപ പ്രോത്സാഹന മന്ത്രാലയം സ്ഥാപനങ്ങളിൽ കർശന പരിശോധന തുടങ്ങിയത്. സ്വകാര്യ സ്ഥാപനങ്ങൾ, വാണിജ്യ കമ്പനികൾ, സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ, വിവിധ വാണിജ്യ ഉൽപ്പന്നങ്ങൾ എന്നിവയിൽ ലൈസൻസ് ഇല്ലാതെ ദേശീയ മുദ്രകൾ ഉപയോഗിക്കുന്നത് വിലക്കിയിട്ടുണ്ട്. ഇവ ഉപയോഗിക്കുന്നതിന് ലൈസൻസ് വേണമെന്ന് മന്ത്രാലയം അറിയിച്ചു. മന്ത്രാലയത്തിൽ അപേക്ഷിച്ച് ലൈസൻസ് നേടാം. വെബ്സൈറ്റുകളിലൂടെയും സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെയും പ്രവർത്തിക്കുന്ന ചില ഓൺലൈൻ സ്റ്റോറുകൾ ആവശ്യമായ ലൈസൻസുകളില്ലാതെ ദേശീയ ചിഹ്നങ്ങൾ ഉൾക്കൊള്ളുന്ന ഉൽപ്പന്നങ്ങൾ വിൽക്കുന്നതായി കണ്ടെത്തിയിട്ടുണ്ട്. അംഗീകൃത ദേശീയ ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നതിന് ആവശ്യമായ അംഗീകാരം നേടേണ്ടതിൻ്റെ പ്രാധാന്യം മന്ത്രാലയം കൂട്ടിച്ചേർത്തു.
ഓൺലൈൻ കച്ചവട സ്ഥാപനങ്ങൾ അവരുടെ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ ഇ-കൊമേഴ്സ് ലൈസൻസ് നമ്പർ പ്രദർശിപ്പിക്കണമെന്ന മുന്നറിയിപ്പും അധികൃതർ നൽകിയിട്ടുണ്ട്. രാജ്യാന്തര വിപണിയിൽ ഡോളറിനെതിരെ രൂപയുടെ മൂല്യം ഇടിഞ്ഞത് പ്രവാസികൾക്ക് ഗുണകരമാകുന്നു. ഗൾഫ് കറൻസികളുടെ മൂല്യത്തിലും ചലനമുണ്ടായതോടെ രൂപ റെക്കോർഡ് തകർച്ചയിലായി. കഴിഞ്ഞ ദിവസം വൈകുന്നേരം ഒരു ദിർഹത്തിന് 23 രൂപയായിരുന്നു ഓൺലൈൻ നിരക്ക്. ഇതാദ്യമായാണ് 23 രൂപയിൽ എത്തുന്നത്. UAE പ്രമുഖ ആപ്പുകളായ ബോട്ടിം ഒരു ദിർഹത്തിന് 22.99 രൂപയും എത്തിസലാത്തിന്റെ ഇയാൻ മണി ആപ്പ് 22.96 രൂപയും വാഗ്ദാനം ചെയ്തപ്പോൾ രാജ്യത്തെ വിവിധ ധനവിനിമയ സ്ഥാപനങ്ങൾ 22.86 മുതൽ 22.89 രൂപ വരെയാണ് നൽകിയത്. സൗദി റിയാൽ 22.48, ഖത്തർ റിയാൽ 23.17, ഒമാനി റിയാൽ 219.33, ബഹ്റൈൻ ദിനാർ 224.04, കുവൈറ്റ് ദിനാർ 274.51 രൂപ എന്നിങ്ങനെയാണ് ഇതര GCC രാജ്യങ്ങളിലെ കറൻസികളുടെ രാജ്യാന്തര വിനിമയ നിരക്ക്. ഇതിൽ 10 മുതൽ 25 പൈസ വരെ കുറച്ചാണ് പല ധനവിനിമയ സ്ഥാപനങ്ങളും നൽകുന്നത്. മെച്ചപ്പെട്ട നിരക്കിന്റെ ആനുകൂല്യം പ്രയോജനപ്പെടുത്തി പ്രവാസികൾ നാട്ടിലേക്ക് പണം അയച്ചപ്പോൾ ഏഷ്യൻ രാജ്യങ്ങളിലേക്കും നിരവധി കോടികളാണ് ഒഴുകിയത്. ഓൺലൈൻ ആപ്പ് വഴി മികച്ച നിരക്ക് ലഭിക്കുന്നതിനാലും സർവീസ് ചാർജ് കുറവായതിനാലും നാട്ടിലേക്ക് പണം അയക്കാൻ പലരും ആശ്രയിക്കുന്നതും ഇവയാണ്. ഏത് സമയത്തും എവിടെയിരുന്നും ആപ്പിലൂടെ പണം അയക്കാമെന്നതും സൗകര്യപ്രദമാണ്. ധനവിനിമയ സ്ഥാപനങ്ങളിലൂടെ ഒരു തവണ പണം അയക്കുന്നതിന് 23 ദിർഹം ഈടാക്കുന്നത് കാരണം പലരും സുഹൃത്തുക്കളുടെ സഹായത്തോടെ ആപ്പ് ഉപയോഗപ്പെടുത്തുന്നുണ്ട്. ഇടപാടുകൾ കുറഞ്ഞതോടെ സ്വന്തം ആപ്പ് പുറത്തിറക്കി ഉപഭോക്താക്കളെ കൂടെ നിർത്താൻ പാടുപെടുകയാണ് എക്സ്ചേഞ്ചുകൾ. US പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് തിരഞ്ഞെടുക്കപ്പെട്ടതോടെ ഡോളർ ശക്തി പ്രാപിച്ചതാണ് രൂപയ്ക്കും സ്വർണത്തിനും ഇടിവുണ്ടാകാൻ കാരണമെന്ന് സാമ്പത്തിക വിദഗ്ധർ വിലയിരുത്തുന്നു. ഇതോടെ വിദേശ ധനകാര്യ സ്ഥാപനങ്ങൾ ഇന്ത്യയിലെ നിക്ഷേപം പിൻവലിച്ച് ഡോളറിലേക്ക് മാറുന്നതും വർഷാവസാനത്തോടെ ലാഭമെടുത്ത് ഇന്ത്യൻ വിപണിയിൽ നിന്നും പിൻവാങ്ങുന്നതും രൂപയ്ക്ക് തിരിച്ചടിയായി. മേഖലയിലെ അസ്ഥിരതയും ഡോളറിന് കരുത്തുകൂട്ടി. വിപണിയിൽ ഇപ്പോൾ ഇടപെടേണ്ട കാര്യമില്ലെന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കടുത്ത നിലപാടും രൂപയെ തകർച്ചയിലേക്ക് നയിച്ചതായി വിദഗ്ധർ ചൂണ്ടിക്കാണിച്ചു. ഈ നില തുടർന്നാൽ ഡോളറിന് വൈകാതെ 83.45 രൂപ വരെ എത്തുമെന്നും അധികൃതർ സൂചിപ്പിച്ചു. ഇതോടെ ഇന്നത്തെ വാർത്തകൾ അവസാനിക്കുന്നു. പുതിയ വാർത്തകളുമായി വീണ്ടും കാണുന്നതുവരെ നന്ദി, നമസ്കാരം.